ഹായ്, വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. അപ്പോൾ രാജസ്ഥാനിലെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് എന്താ വെച്ചാൽ അവിടുത്തെ വധുവിന് കൊടുക്കുന്ന ആഭരണങ്ങൾ, ദഹേജ് എന്ന് അവർ പറയും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അവരുടെ ആഭരണത്തിൻ്റെ ഓരോ ആഭരണത്തിനും ഓരോരോ കഥകളാണ് ശരിക്കും. അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ അവന് ദഹേജ് അവരേന്നൊരു സ്ത്രീധനം ഒന്നും വേണ്ടാന്ന് അവൻ പറഞ്ഞിരുന്നു. പക്ഷേ അവൻ ഇവിടെ നിന്നെല്ലാം കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എനിക്കത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അതൊരു അവനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നിപ്പോയി. അപ്പം നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണണം. എന്താ വെച്ചാൽ ഇന്ന് അവരുടെ ആഭരണങ്ങളുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോസ് ഞാൻ അന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ പയ്യൻ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് കുറച്ച് പൂജകളൊക്കെ ഇവർ ചെയ്യും. അതിനുശേഷം രാത്രിയിൽ ഭയങ്കരമായിട്ടും എൻജോയ്മെൻറ്റാണ്. എന്താ വെച്ചാൽ ഡാൻസ് കാര്യങ്ങൾ, പിന്നെ ലേഡീസിന് ഹുക്ക മറ്റേ നമ്മുടെ ഫ്ലേവറുകൾ ഇട്ടിട്ടാണ്, വാനില അങ്ങനെയൊക്കെയുള്ള ഫ്ലേവറുകൾ ഇട്ടിട്ട് ഹുക്ക വലിക്കാൻ കൊടുക്കും. ഡ്രിങ്ക്സ് അടിക്കണമെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കാം. അങ്ങനെ ഭയങ്കര ആഘോഷങ്ങളാണ്. അതേപോലെ തന്നെ അവിടെ കല്യാണം നടക്കുന്ന സമയത്ത് ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ കല്യാണവും കാര്യങ്ങളും ഭയങ്കര ആഘോഷങ്ങളാണ്. ഇവർക്ക് ആഘോഷങ്ങളാണ് ഇവരുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? ആദ്യമായിട്ട് അവസാനം വരെ കാണണം. അങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടാലോ? ഇതെന്താണെന്നറിയാമോ? ഇതാണ് ബോർല. തലയിൽ വെക്കുന്നതാണ്, നെറ്റിച്ചുറ്റി പോലെ വെക്കുന്നതാണ്. ഇത് സ്ത്രീകൾ കല്യാണം കഴിച്ചെന്നറിയാനുള്ള ഒരു രീതിയും കൂടിയാണ്. ഇതിൻ്റെ പേര് ആട്. രാജസ്ഥാനി വധുക്കൾ ധരിക്കുന്ന ഒരു പരമ്പരാഗത ചോക്കർ നെക്ലേസ് ആണ്. ഇത് വൈറ്റ് കങ്കണാണ്, അതിൽ ഗോൾഡ് ചുറ്റിയേക്കുവാണ്. ഇത് വധുവിന് കൊടുക്കാനുള്ള ചപ്പൽ, അതിന് ചേർന്ന ഡ്രസ്സുകൾ, കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയും ഇതെല്ലാം ആ കുട്ടിക്ക് കൊടുക്കുന്ന ഗോൾഡുകളാണ്. ഈ ആടുകളിലെ ആട് ഫുൾ ഗോൾഡാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഗ്രീനും മജന്ത, റെഡ് ഇങ്ങനെയുള്ള കല്ലുകളും അടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ഒരു 6 പവൻ ആയിരുന്നു ആ ഗോൾഡ്. അതേപോലെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ദഹേജാണ് ഇതെല്ലാം. അവർ ഇതുപോലെ കൊലുസ് വരെ ഉണ്ട്. ഓക്കെ, ഗോൾഡ് അവർ നമ്മുടെ കൂട്ട് ധരിക്കാറില്ല. അവർ സിൽവർ മാത്രമേ കൊലുസ് ധരിക്കാറുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? അവരെല്ലാ ആഭരണത്തിലും ഒരു റെഡ് നൂല് കെട്ടുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ ചുവപ്പ് നൂൽ കെട്ടുന്നത് മംഗളത്തിൻ്റെ അടയാളമായിട്ടാണ് ഇവർ കരുതുന്നത്. ചുവപ്പ് നിറം ഹിന്ദു സംസ്കാരത്തിൽ മംഗളം, ശക്തി, വിവാഹ സൗഭാഗ്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതിനുവേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്. കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് അതിൻ്റെ പൂജയാണ് ഇവിടെ നടക്കുന്നത്. സ്ത്രീകൾ ആരും കല്യാണത്തിന് പങ്കെടുക്കാറില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഈ കൊണ്ടുവന്ന ദഹേജ് ഫുള്ള് അവർ പൂജ നടത്തിയിട്ടാണ് വിടുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ളതാണ് കാശ് ഒഴിയുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി. അത് ഒഴിഞ്ഞ് എല്ലാവർക്കും ഒഴിഞ്ഞതിന് ശേഷം ആ പാട്ട് പാടുന്ന ചെണ്ട കൊട്ടുന്നവർക്കും കൊടുക്കും. ഓരോരുത്തരും ഇതേപോലെ ക്യാഷ് കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഉപ്പും മുളകുമാണ് ഒഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവർ ക്യാഷും കൂടി ഒഴിഞ്ഞു നേരെ ചെണ്ട കൊട്ടുന്നവർക്ക് കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ലൊരു തുകയാണ് കിട്ടുന്നത്. ഇനി ചെറുക്കൻ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ലേഡീസ് എല്ലാവരും ചേർന്നിട്ട് ചെറുക്കനെ പൂജ ചെയ്യുന്നതാണ് അടുത്ത ചടങ്ങ്. ഇതാണ് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്. നോക്കി, ഈ കല്യാണം കഴിഞ്ഞിട്ട് അവർ കല്യാണത്തിന് ഇട്ട ഡ്രസ്സുകളെല്ലാം അതേപോലെ അവർ ഇടും. ഇതെല്ലാം ഗോൾഡാണ് ഇട്ടേക്കുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായി? ബാജുബന്ദ്, കൈയുടെ മുകളിലെ ഭാഗത്ത് ധരിക്കുന്നതാണ്. ഇത് സ്വർണ്ണമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷവും
എല്ലാ ദിവസവും ഇതേപോലെ തന്നെ ഈ ആഭരണങ്ങളെല്ലാം ഇട്ടുകൊണ്ടാണ് അവർ വീടുകളിലായാലും എല്ലാം നിൽക്കുന്നത്. ആദ്യമായിട്ട് കുടുംബത്തിലെ മൂത്ത ആൾക്കാരാണ് മോനെ പൂജിക്കുന്നത്. അതിനുശേഷം എന്താ കഴിഞ്ഞാൽ നമ്മൾ അവന് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. അവരുടെ സമ്മാനങ്ങൾ കൊടുക്കുക. ലേഡീസ് മാത്രമാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അന്ന് നമ്മൾ ഗണപതി പൂജയുടെ കാണിച്ചപ്പം കൊണ്ടുവന്ന് വെച്ച വിഗ്രഹമാണ്. അതിനുശേഷം ഇതുപോലെ ലഡു കൊണ്ടുവന്ന് എല്ലാ ദിവസവും വയ്ക്കും. ഇത് അവൻ്റെ കൈയാണ് പഠിപ്പിച്ച് വെച്ചേക്കുന്നത്. ഈ ലാസ്റ്റ് ഒരു പൂജയാണ്. ഇത് എൻ്റെ പേരാണ് സൂക്ഷ്മതൈൽ മസാജ്. ഇതിനകത്ത് ഓയിൽ, ചന്ദനം, മണൽ എന്നിവയൊക്കെ ചേർത്തിട്ടാണ് ഇത് തലയിൽ മസാജ് ചെയ്യുന്നത്. ഇത് കല്യാണം കഴിച്ചവർ മാത്രമാണ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ഇന്ന് ചെയ്യണം. കണ്ടില്ലേ, പിന്നെ വൈഫിൻ്റെ ഷോളയിൽ ആ റെഡ് ഗോൾഡനും കൂടി ചേർന്ന് ആ ഷോള് ഹസ്ബൻഡ് കഴുത്തിട്ടാണ് ഇത് മസാജ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്.
അന്ന് രാത്രിയിൽ അടുത്ത ഫങ്ഷനാണ്. ഇതേവരുടെ പാട്ടും കാര്യങ്ങളും ഒക്കെയാണ്, ഫുൾ ഡാൻസാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ ആ പരമ്പരാഗത ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അന്നത്തെ ഫുഡാണ്, പക്ഷേ എല്ലാം വെജായിരുന്നു. ഇത് അവിടുത്തെ ദാലും പിന്നെ ട്രഡീഷണൽ എന്തോ ഒരു മസാലയാണ്. ഒരു മറ പോലെ കെട്ടിയതിന് ശേഷമാണ് ഇവരുടെ പാർട്ടി ആഘോഷങ്ങൾ. ഇത് ഞാൻ പറഞ്ഞില്ല, ലേഡീസിനെല്ലാം ഇന്നത്തെ ദിവസം പിന്നെ ഹുക്കയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഹുക്കുണ്ട്, ഡ്രിങ്ക്സ് അടിക്കാം. ഹുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക വലിക്കുന്ന സാധനമല്ലേ, ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഇത് വാനില എസൻസ് പോലെ നമ്മൾ ഓരോ ഫ്ലേവർ, ഏത് ഫ്ലേവർ വേണമെന്ന് വെച്ചാൽ അതിട്ടിട്ട് അതിങ്ങനെ വലിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു, ഞങ്ങൾക്ക് ഇത് അറിയുന്നില്ല. ചേച്ചി ചെയ്തിട്ട് ചേച്ചിക്ക് ചുമയൊക്കെ വന്നു. ഒരു മിനിറ്റ് വലിക്കണം. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. അതിനുശേഷം ഇനി നമുക്ക് ഒരു വീഡിയോയും കൂടിയേ ഉള്ളൂ. എൻ്റെ ചില പയ്യന് കല്യാണത്തിന് ബറാത്തിന് പോകുന്നതിൻ്റെ ഒരു വീഡിയോ. പക്ഷെ അത് ഞങ്ങൾ ലേഡീസിനെ ആരും ഒരു കൊണ്ടുപോയിട്ടില്ല, ജെൻസ് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ആചാരങ്ങളും ആഘോഷങ്ങളും മാത്രം നിറഞ്ഞ ഒരു കല്യാണമായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.